തൃശൂർ പൂരത്തിനിടെ അസാധാരണ സംഭവങ്ങൾ. പോലീസിന്റെ അമിത നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ച് തിരുവമ്പാടി ദേവസ്വം രാത്രിപൂരം നിർത്തിവെച്ചു. തുടർന്ന് വെടിക്കെട്ട് നടത്തില്ലെന്ന് തിരുവമ്പാടി ദേവസ്വം പ്രഖ്യാപിക്കുകയും ചെയ്തു. മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ വെടിക്കെട്ട് നടത്താൻ മണിക്കൂറുകൾ വൈകി തിരുവമ്പാടി ദേവസ്വം തയ്യാറാവുകയായിരുന്നു. പ്രതിഷേധങ്ങളെ തുടർന്ന് ഏറെ വൈകി രാവിലെ 7 മണിയോടെയാണ് വെടിക്കെട്ട് നടന്നത്. സമാനതകളില്ലാത്ത സംഭവങ്ങൾക്കാണ് പൂരനഗരി സാക്ഷ്യം വഹിച്ചത്. വർണ്ണാഭമായ വെടിക്കെട്ട് കാണാനെത്തിയ പൂരപ്രേമികളെ 11 മണിയോടെ തന്നെ ബാരിക്കേഡ് കെട്ടി പോലീസ് തടഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. 3 മണിക്ക് നിശ്ചയിച്ച വെടിക്കെട്ടിന് മണിക്കൂറുകൾക്ക് മുൻപേ അടച്ചുകെട്ടി നിയന്ത്രണം കടുപ്പിച്ചതിൽ വലിയ പ്രതിഷേധമുയർന്നു. രാത്രിയിൽ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുന്നതിനിടെ നടുവിലാൽ ഭാഗത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് എഴുന്നള്ളിപ്പ് തടഞ്ഞതും പ്രകോപനമുണ്ടാക്കി. ഇതോടെയാണ് ചരിത്രത്തിലാദ്യമായി രാത്രിപൂരം തിരുവമ്പാടി വിഭാഗം നിർത്തിവെച്ചത്. വെടിക്കെട്ട് നടത്തില്ലെന്നും അറിയിച്ചു. പിന്നീട് ജനം പോലീസിന് നേരെ പ്രതിഷേധിച്ചു. രാത്രി 2 മണി വരെ എല്ലാ ഭാഗവും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്ത് അവർക്ക് പൂരം ആസ്വദിക്കാനുള്ള വഴിയൊരുക്കാമെന്ന് പറഞ്ഞിരുന്നു. ദൗർഭാഗ്യവശാൽ അതൊന്നും ഇന്നുണ്ടായിട്ടില്ല. വെടിക്കെട്ടിനായി കാത്തിരുന്ന പൂരപ്രേമികൾ നിരാശയിലായി. 3 മണിയോടെ പിന്നെ മാരത്തൺ ചർച്ചകൾ. ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരായ കെ രാജനും ജില്ലാ കലക്ടറുമായി നടത്തിയ ചർച്ചയിൽ അനുനയം. തൃശൂരിലെ സ്ഥാനാർത്ഥികളായ സുരേഷ് ഗോപിയും VS സുനിൽകുമാറും ചർച്ചയിൽ പങ്കെടുത്തു. തിരുവമ്പാടി ദേവസ്വം മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിച്ചതോടെ വീണ്ടും വെടിക്കെട്ടിനുള്ള സാധ്യതകൾ തെളിഞ്ഞു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പോലീസ് പെരുമാറിയതാണ് പൂരം നിർത്തിവെക്കേണ്ടി വന്ന സാഹചര്യമെന്ന് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ പറഞ്ഞു. നിർത്തിവെക്കാൻ നിർബന്ധിതരായതിൽ ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. ജില്ലാ കളക്ടറും അതുപോലെ തന്നെ പോലീസ് മേധാവികളും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും സാന്നിധ്യത്തിൽ ഞങ്ങൾ ചർച്ച നടത്തുകയുണ്ടായി. എല്ലാവരും പോയി ചർച്ച നടത്തി. ഭാവിയിൽ ഉണ്ടാവില്ല എന്നൊരു ഉറപ്പ് കളക്ടറും മറ്റുള്ളവരും ഉറപ്പ് തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. പൂരചരിത്രത്തിൽ മുമ്പെങ്ങും ഉണ്ടാകാത്ത രീതിയിലുള്ള വെടിക്കെട്ടിൽ നിന്നുള്ള പിന്മാറ്റത്തിനും പ്രതിഷേധത്തിനും സാക്ഷ്യം വഹിച്ച പൂരനഗരിയിൽ 7 മണിയോടെ ആദ്യം പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ട് നടന്നു. ഇതിനു പിന്നാലെ തിരുവമ്പാടി വിഭാഗത്തിന്റെയും വെടിക്കെട്ട്. മണിക്കൂറുകൾ വൈകിയെങ്കിലും മാറ്റ് ഒട്ടും കുറയാതെയായിരുന്നു വെടിക്കെട്ട്. 24 തൃശൂർ.